നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയെ സ്മരിക്കുന്നത്. ഇന്ത്യൻ ആർമി ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും വീടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത്. നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്നത് ഇന്ത്യൻ ആർമിയാണ് എന്നുള്ളതാണ്. പോരാത്തതിന് അവർ ഭരണഘടനയുടെ സംരക്ഷകരാണ്, നീതിന്യായ നിയമവ്യവസ്ഥയുടെ സംരക്ഷകരാണ്, അതിർത്തിയുടെ സംരക്ഷകരാണ്. അങ്ങനെ അവർ നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവനായിട്ടുള്ള സംരക്ഷണ ചുമതലയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആദരവോടുകൂടിയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഇന്ത്യൻ ആർമിയെയും നമ്മുടെ എയർഫോഴ്സിനെയും എന്തിനു പറയുന്നു നമ്മുടെ നേവി ആൾക്കാരെ പോലും കാണുന്നത്. പട്ടാളക്കാരോടെല്ലാം നമുക്ക് വളരെ ബഹുമാനവുമാണ്. എന്നാൽ ഈ പട്ടാളത്തിനകത്തും പുഴുക്കുത്തുകളുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു കൂടാനാകാത്ത എടുത്ത് പറയേണ്ട ഒരു വസ്തുതയാണ്. പട്ടാളത്തിനകത്തും പാകിസ്ഥാൻ ചാരന്മാരുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സൈനിക യൂണിഫോം ധരിച്ച് രാജ്യത്തിനെതിരെ രാജ്യദ്രോഹം നടത്തുന്ന രാജ്യദ്രോഹികളും പട്ടാളത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പഞ്ചാബിൽ പാകിസ്ഥാൻ്റെ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരു സൈനികനെ ഇത്തരത്തിൽ പിടികൂടിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് അധികകാലം തുടരാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ചാരപ്രവർത്തനം അവിടെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മളത് തിരിച്ചറിയുകയും നമ്മൾ കൃത്യമായി അതിനെ അനലൈസ് ചെയ്യുകയും നമ്മൾ ഇവരെ പിടിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു വിടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പട്ടാളത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ ഒരു ചാരന്മാർക്കും കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പട്ടാളത്തിലുള്ള സൈനികരെ തന്നെ സ്വാധീനിക്കാനും അങ്ങനെയുള്ള ആൾക്കാരെ IS ഏജന്റുമാരാക്കാനും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻ്റലിജൻസിന് കൃത്യമായി വിവരം ലഭിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് അതായത് ISI രഹസ്യ സൈനിക വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പഞ്ചാബ് പോലീസിൻ്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ല് ഒരു ഇന്ത്യൻ ആർമി സൈനികനെ അറസ്റ്റ് ചെയ്തു. പഞ്ചാബ് പോലീസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം പ്രതി സംഗ്രൂർ ജില്ലയിലെ നിഹൽഗഡ് ഗ്രാമത്തിൽ താമസിക്കുന്ന ദേവീന്ദർ സിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ജൂലൈ 14 ജമ്മു കശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ ഉറിയിൽ നിന്നാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. ചാരവൃത്തി ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മുൻ സൈനികനായിട്ടുള്ള ഗുർപ്രീത് സിംഗ് എന്ന ഗുരി അഥവാ ഫൗജിയുടെ അറസ്റ്റിനെ തുടർന്നാണ് ഇയാളുടെയും അറസ്റ്റ്. ഫിറോസ്പൂർ ജയിലിൽ ഇരുന്നപ്പോൾ ദാവീദർ രഹസ്യ സൈനിക രേഖകൾ നേടിയെടുക്കുന്നതിൽ പങ്കാളികളായിരുന്നുവെന്ന് ഗുർപ്രീത് സിംഗ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടു. ഈ രേഖകളിൽ രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതായി ആരോപിക്കപ്പെട്ടു. അദ്ദേഹം അത് പാകിസ്ഥാൻ്റെ ISIക്ക് കൈമാറി എന്ന് പറയുന്നു. കോടതി 6 ദിവസത്തെ ജാമ്യം അനുവദിച്ചു. അതായത് ദേവീന്ദർ സിംഗിന്റെ അറസ്റ്റിന് ശേഷം ജൂലൈ 15 അധികാരികൾ അദ്ദേഹത്തെ മൊഹാലി കോടതിയിൽ ഹാജരാക്കി. കോടതി 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതായത് ദേവീന്ദർ സിംഗിന്റെ അറസ്റ്റിന് ശേഷം ജൂലൈ 15 അധികാരികൾ അദ്ദേഹത്തെ മൊഹാലി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കോടതി 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2017 പൂനെയിലെ ഒരു സൈനിക ക്യാമ്പിൽ പരിശീലനത്തിനിടെയാണ് ദേവീന്ദറും ഗുർപ്രീതും ആദ്യമായി കണ്ടുമുട്ടിയതെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. അതിനുശേഷം ഇരുവരും ബന്ധം പുലർത്തി. പിന്നീട് ഇരുവരും സിക്കിമിലും ജമ്മു കാശ്മീരിലും നിയമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ISIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ചാരവൃത്തി നടത്തിയതെന്നും അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.